ജീവിതത്തിന്റെ കടുത്ത പ്രതിസന്ധികളിൽ തളർന്ന് വഴിമുട്ടി നിൽക്കുന്ന ആ നിമിഷത്തിലാണ് നിങ്ങളുടെ വിരലുകൾ അവിചാരിതമായി ഈ ദൃശ്യത്തിലേക്ക് എത്തിയത്. ചുറ്റുമുള്ളവർ ഇതിനെ വെറുമൊരു ആകസ്മികത എന്ന് വിളിച്ചേക്കാം. എന്നാൽ ജ്യോതിഷശാസ്ത്രത്തെയും പ്രപഞ്ചനാഥന്റെ നിശ്ചയങ്ങളെയും ആഴത്തിൽ അറിയുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഇത് ഒരിക്കലും ഒരു യാദൃച്ഛികതയല്ല. കാലങ്ങളായി നിങ്ങളെ അലട്ടുന്ന കടബാധ്യതകൾ, സ്വന്തമായൊരു വീടെന്ന സ്വപ്നം, മക്കളുടെ വിവാഹം അല്ലെങ്കിൽ ഉദ്യോഗ തടസ്സം, അങ്ങനെ മനസ്സിനെ നീറ്റുന്ന ഏതൊരു വലിയ വിഷമത്തിനുമുള്ള കൃത്യമായ മറുപടിയും പരിഹാരവുമാണ് ഭഗവാൻ മഹാവിഷ്ണു ഈ നിമിഷത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും പൂജകൾ നടത്തിയിട്ടും എന്റെ ദുരിതങ്ങൾക്ക് മാത്രം ഒരു കുറവുമില്ലല്ലോ എന്ന് സ്വയം ചോദിച്ച് നിരാശപ്പെടുന്ന വലിയൊരു ജനവിഭാഗം നമുക്ക് ചുറ്റുമുണ്ട്. ജാതകത്തിലെ എത്ര കടുത്ത ദോഷങ്ങളെയും ഗ്രഹപ്പിഴകളെയും ശത്രുക്കളുടെ ദൃഷ്ടിദോഷങ്ങളെയും വരെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ ശേഷിയുള്ള നാം ആഗ്രഹിക്കുന്ന കാര്യം അതേപടി സാധിപ്പിച്ചു തരുന്ന ഒരു അത്ഭുത രഹസ്യം നമ്മുടെ കൈത്തുമ്പിലുണ്ട്. അതാണ് വിഷ്ണു സഹസ്രനാമം. പക്ഷേ പലരും വിചാരിക്കുന്നത് പോലെ വെറുതെ ഒരു പുസ്തകം തുറന്ന് വരികൾ വായിച്ചു പോയാൽ മാത്രം ഇതിന്റെ യഥാർത്ഥ ഫലം ലഭിക്കുമോ? തീർച്ചയായും ഇല്ല. ഈ പുണ്യമന്ത്രം ജപിക്കുന്നതിന് കൃത്യമായൊരു ശാസ്ത്രീയ വിധിയുണ്ട്. അത് ശരിയായ രീതിയിലും കൃത്യമായ ഭാവത്തിലും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരുന്ന വലിയൊരു ദുരന്തത്തെ പോലും ഭഗവാൻ കാറ്റിൽ പറത്തിക്കളയും. ഒരു ജ്യോത്സ്യൻ എന്നതിലുപരി നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെപ്പോലെ വിഷ്ണു സഹസ്രനാമം ചൊല്ലേണ്ട യഥാർത്ഥ രീതിയും അതിന്റെ പിന്നിലെ അത്ഭുതകരമായ പൗരാണിക രഹസ്യങ്ങളും വളരെ ലളിതമായി ഞാൻ പങ്കുവയ്ക്കാം. മനസ്സിനെ ഭഗവാനിലേക്ക് അർപ്പിച്ച് നമുക്കിതിലേക്ക് കടക്കാം. വിഷ്ണു സഹസ്രനാമത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വൈകുണ്ഠത്തിന്റെ പ്രശാന്തതയോ അല്ലെങ്കിൽ ഏതോ ഒരു കാട്ടിലിരുന്ന് തപസ്സു ചെയ്ത ഋഷിവര്യന്മാരുടെ ചിത്രമോ ആയിരിക്കും. എന്നാൽ യാഥാർത്ഥ്യം തികച്ചും വ്യത്യസ്തമാണ്. ചോര ചിന്തിയ അമ്പുകളുടെ കിടക്കയിൽ, അതായത് ശരശയിൽ മരണവും കാത്തുകിടന്ന ഭീഷ്മപിതാമഹൻ മഹാഭാരത യുദ്ധത്തിന്റെ ഭീകരത കണ്ട് തകർന്നുപോയ ധർമ്മപുത്രർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ് ഈ പുണ്യമന്ത്രം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണപ്പോൾ സ്വന്തം ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും നഷ്ടപ്പെട്ട് കടുത്ത മാനസിക വിഷാദത്തിലും ദുഃഖത്തിലും ആണ്ടുപോയ യുധിഷ്ഠിരൻ നേരെ എത്തിയത് ഭീഷ്മരുടെ അരികിലായിരുന്നു. മനസ്സിന്റെ സമാധാനം പൂർണ്ണമായി തകർന്ന ധർമ്മപുത്രർ ശരശയിൽ കിടക്കുന്ന പിതാമഹനോട് വളരെ വ്യാകുലതയോടെ 6 ചോദ്യങ്ങൾ ചോദിച്ചു. ഈ പ്രപഞ്ചത്തിലെ ഒരേയൊരു പരമമായ ദൈവം ആരാണ്? മനുഷ്യർക്ക് അഭയമായിട്ടുള്ള ഏറ്റവും വലിയ ലക്ഷ്യമേതാണ്? ആരെ സ്തുതിച്ചാലാണ് മനുഷ്യർക്ക് മംഗളമുണ്ടാകുന്നത്? ആരെ ആരാധിച്ചാലാണ് ഒരുവന് ശുഭപ്രാപ്തി ലഭിക്കുക? ഈ ഭൂമിയിലെ എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും ഉത്തമമായ ധർമ്മം ഏതാണ്? ഒടുവിലായി എന്ത് ജപിച്ചാലാണ് മനുഷ്യൻ ജീവിതത്തിലെ കടുത്ത ദുരിതങ്ങളിൽ നിന്നും ജന്മസംസാര ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടുക? ഈ 6 ചോദ്യങ്ങളും കേട്ട ഭീഷ്മപിതാമഹൻ പുഞ്ചിരിച്ചുകൊണ്ട് അരികിൽ നിന്നിരുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ നോക്കി. എന്നിട്ട് ധർമ്മപുത്രരോട് പറഞ്ഞു, മകനെ, നിന്റെ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഒരേയൊരു ഉത്തരം ഇതാ നിന്റെ മുന്നിൽ നിൽക്കുന്ന ജഗന്നാഥനായ വിഷ്ണു ഭഗവാൻ തന്നെയാണ്. അവിടുത്തെ 1000 നാമങ്ങൾ ജപിക്കുന്നതിനേക്കാൾ വലിയൊരു ധർമ്മം ഈ ഭൂമിയിലില്ല. അത് പൂർണ്ണ ഭക്തിയോടെ ചെയ്യുന്നവനെ ഒരു ദുഃഖവും ബാധിക്കില്ല. അങ്ങനെ ഭീഷ്മരുടെ നാവിൽ നിന്നും ഒഴുകിവന്ന ഭഗവാന്റെ 1000 ദിവ്യനാമങ്ങളാണ് വിഷ്ണു സഹസ്രനാമമായി മാറിയത്. ഭഗവാൻ സാക്ഷിയായി ഇരുന്ന് കേട്ട മന്ത്രമായതുകൊണ്ട് തന്നെ ഇതിന്റെ ശക്തി അപാരമാണ്. നമുക്ക് ആഗ്രഹിച്ച കാര്യം അതേപടി സാധ്യമാകാൻ, അതായത് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ നമ്മൾ ചില പ്രത്യേക നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സാധാരണയായി രാവിലെ കുളിച്ചു വന്ന് പുസ്തകം നോക്കി അങ്ങ് വായിച്ചു തീർക്കുന്ന പതിവാണ് പലർക്കുമുള്ളത്. അത് നല്ലതാണെങ്കിൽ പോലും ജാതകദോഷങ്ങൾ മാറി കൃത്യമായ ഫലം ലഭിക്കാൻ ജ്യോതിഷശാസ്ത്രം അനുശാസിക്കുന്ന ചില വിധികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമയവും ശരീരശുദ്ധിയുമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം പുലർച്ചെ 4:30നും 6:00നും ഇടയിലുള്ള ബ്രഹ്മമുഹൂർത്തമാണ്. ഈ സമയത്ത് പ്രകൃതി വളരെ ശാന്തമായിരിക്കും. അന്തരീക്ഷത്തിൽ പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കും. ഏതെങ്കിലും കാരണവശാൽ പ്രഭാതത്തിൽ ഇതിന് സാധിക്കാത്തവർക്ക് വൈകുന്നേരം ദീപാരാധന സമയത്തും, അതായത് 6 മണി മുതൽ 7 മണി വരെയുള്ള സമയത്തും ഇത് ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശാരീരിക ശുദ്ധി പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നന്നായി കുളിച്ച് വൃത്തിയുള്ള വസ്ത്രങ്ങൾ വേണം ധരിക്കാൻ. പുരുഷന്മാർ മുണ്ടും സ്ത്രീകൾ സെറ്റ്മുണ്ടോ സാരിയോ ധരിക്കുന്നത് കൂടുതൽ ഉത്തമമായിരിക്കും. വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കറുപ്പ്, കടും നീല തുടങ്ങിയ ഇരുണ്ട നിറങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. പകരം മഞ്ഞയോ വെള്ളയോ പോലുള്ള പ്രകാശമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. കാരണം വിഷ്ണുപൂജയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ നിറങ്ങളാണിവ. ജപിക്കാനിരിക്കുന്ന സ്ഥലത്തിനും ചില പ്രത്യേകതകളുണ്ട്. വെറും നിലത്തിരുന്ന് ഒരിക്കലും ജപിക്കരുത്.
കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായിരുന്ന് ഒരു പായയോ അല്ലെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള തുണിയോ വിരിച്ച് അതിന്മേൽ വേണം ഇരിക്കാൻ. സാധിക്കുമെങ്കിൽ ദർഭപ്പായ ഉപയോഗിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. നിങ്ങളുടെ മുന്നിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെയോ ശ്രീകൃഷ്ണന്റെയോ ലക്ഷ്മീനാരായണന്റെയോ ചിത്രമുണ്ടായിരിക്കണം. അതിനു മുന്നിൽ നെയ്യൊഴിച്ച നിലവിളക്കോ അല്ലെങ്കിൽ നല്ലെണ്ണ വിളക്കോ ഭക്തിയോടെ തെളിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ തുടങ്ങുന്നതിനു മുൻപ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സങ്കല്പം വയ്ക്കുക എന്നത്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പൂർണ്ണമായ മനസ്സോടെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്ന ചടങ്ങാണിത്. 2 കൈകളും കൂപ്പി കണ്ണുകളടച്ച് നിങ്ങളുടെ പേരും ജനിച്ച നക്ഷത്രവും മനസ്സിൽ വിചാരിക്കുക. അതിനുശേഷം ഭഗവാനെ ലക്ഷ്മീപതേ, എന്റെ ജീവിതത്തിലെ ഈ വലിയ പ്രതിസന്ധി മാറുന്നതിനായി അല്ലെങ്കിൽ എന്റെ ഈ പ്രത്യേക ആഗ്രഹം സാധിക്കുന്നതിനായി ഞാൻ അവിടുത്തെ സഹസ്രനാമം ജപിക്കുന്നു. ഇത് അവിടുത്തെ ചരണങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നെ അനുഗ്രഹിക്കണമേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക. നാമജപം ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപ് ഒരു ഗണപതി പ്രാർത്ഥനയും ഒപ്പം ഗുരുവന്ദനവും നടത്താൻ മറക്കരുത്. ഇനി ഇത് ജപിക്കേണ്ട രീതി എങ്ങനെയെന്ന് നോക്കാം. പലരും വളരെ വേഗത്തിൽ ഓടിച്ചു വായിച്ചു തീർക്കാനാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ വാക്കുകൾ വളരെ വ്യക്തമായിരിക്കണം. വിശ്വം വിഷ്ണുർവഷട്കാരോ എന്ന് തുടങ്ങുമ്പോൾ ഓരോ നാമവും ഭഗവാന്റെ ഓരോ മനോഹരമായ രൂപമായി മനസ്സിൽ കാണാൻ ശ്രമിക്കുക. ശബ്ദം വല്ലാതെ കൂട്ടി നിലവിളിക്കുകയോ അല്ലെങ്കിൽ മനസ്സിൽ മാത്രം വിചാരിച്ച് തീർക്കുകയോ ചെയ്യരുത്. സ്വന്തം ചെവിക്ക് കേൾക്കാവുന്ന പാകത്തിൽ വളരെ ശാന്തമായി താളത്തോടെ വേണം ജപിക്കാൻ. ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങളുടെ കടുത്ത ദോഷങ്ങൾ തീർക്കാൻ ഇതിനേക്കാൾ വലിയൊരു പ്രതിവിധി വേറെയില്ല. നമ്മുടെ ജാതകത്തിൽ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നീ 9 ഗ്രഹങ്ങളുടെ സ്ഥിതി മോശമാകുമ്പോഴാണ് ജീവിതത്തിൽ വിചാരിക്കാത്ത തടസ്സങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഗ്രഹപ്പിഴകളെല്ലാം ഭഗവാന്റെ നാമജപത്തിന്റെ ശക്തിയിൽ ഇല്ലാതാകും. നമ്മുടെ ജാതകത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ശനിദോഷം കൊണ്ട് വീർപ്പുമുട്ടുന്നവർക്ക് വിഷ്ണു സഹസ്രനാമം ഒരു വലിയ കവചമാണ്. 7 ശനി, കണ്ടകശനി തുടങ്ങിയ കഠിനമായ കാലഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നവർ ഈ നാമം ജപിച്ചാൽ ശനിദേവൻ അവരെ ഉപദ്രവിക്കില്ല. കാരണം ശനിദേവൻ വിഷ്ണുഭക്തരെ എപ്പോഴും ആദരിക്കുകയും അവർക്ക് ദോഷങ്ങളിൽ നിന്ന് ഇളവ് നൽകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് രാഹു, കേതു ദോഷങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നവർ. സർപ്പദോഷം, വിട്ടുമാറാത്ത രോഗങ്ങൾ, അകാരണമായ ഭയം എന്നിവയെല്ലാം ഭഗവാന്റെ നാമജപത്തിലൂടെ പൂർണ്ണമായി ഇല്ലാതാകും. ജാതകത്തിൽ വ്യാഴം അനുകൂലമല്ലാത്ത അവസ്ഥയിൽ വലിയ ധനനഷ്ടവും മാനഹാനിയും സംഭവിക്കാം. എന്നാൽ വിഷ്ണു സഹസ്രനാമം പതിവായി ജപിക്കുന്നതിലൂടെ ഗുരുബലം വർദ്ധിക്കുകയും ഭാഗ്യം നിങ്ങളെ തേടി വരികയും ചെയ്യും. മറ്റൊരു പ്രധാന നേട്ടം ഐശ്വര്യവും ധനലാഭവുമാണ്. ഭഗവാൻ മഹാവിഷ്ണു എവിടെയുണ്ടോ അവിടെ ലക്ഷ്മിദേവി താനേ വന്നു ചേരുമെന്നാണ് ശാസ്ത്രം. നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്ന വീട്ടിൽ നിന്നും ദാരിദ്ര്യം പടികടന്നു പോകും. കടുത്ത കടബാധ്യതകൾ കൊണ്ട് വഴിമുട്ടി നിൽക്കുന്നവർക്ക് വരുമാനത്തിനുള്ള പുതിയ വഴികൾ തെളിഞ്ഞുകിട്ടും. ഇന്നത്തെ കാലത്ത് പലരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ് അനാവശ്യ ഭയം, വിഷാദം, മാനസികമായ ആകുലതകൾ എന്നിവ. വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും നമ്മൾ ഇരിക്കുന്ന മുറിയിലും ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി തരംഗം രൂപപ്പെടുന്നുണ്ട്. ഇത് മനസ്സിനെ അങ്ങേയറ്റം ശാന്തമാക്കുകയും ആത്മവിശ്വാസം ഇരട്ടിയാക്കുകയും ചെയ്യും. വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർക്ക് രോഗമുക്തി നൽകാനും കുട്ടികൾക്ക് ഏകാഗ്രതയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും. ദാമ്പത്യത്തിൽ കലഹങ്ങൾ മാത്രമുള്ള ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഐക്യമുണ്ടാക്കാനും വിവാഹ തടസ്സങ്ങൾ മാറി മംഗല്യയോഗം പെട്ടെന്ന് സാധ്യമാക്കാനും വിഷ്ണു സഹസ്രനാമ ജപത്തിലൂടെ സാധിക്കും. പലർക്കും അറിയാത്ത മറ്റൊരു രഹസ്യമുണ്ട്. നമുക്ക് വരാനിരിക്കുന്ന എത്രയോ വലിയ അപകടങ്ങളാണ് വെറുമൊരു നാമജപത്തിലൂടെ ഇല്ലാതാകുന്നത് എന്ന് പുരാണങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ അപമൃത്യുയോഗം, അതായത് പെട്ടെന്നുള്ള അപകട മരണം അല്ലെങ്കിൽ വണ്ടി അപകടങ്ങൾ പോലുള്ള കടുത്ത ദോഷങ്ങളുണ്ടെങ്കിൽ വിഷ്ണു സഹസ്രനാമ ജപത്തിലൂടെ ഭഗവാൻ ആ വിപത്തിൽ നിന്ന് ഭക്തനെ കാത്തുരക്ഷിക്കും. വിഷ്ണുവിന്റെ 1000 നാമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അമൃതവപുഃ എന്നത്. ഇത് മരണഭയത്തെയും കാലനെപ്പോലും അകറ്റി നിർത്താൻ കെൽപ്പുള്ളതാണ്. നമുക്ക് നേരെ വരുന്ന കണ്ണേറ്, ദൃഷ്ടിദോഷം, നമ്മളെ തകർക്കാൻ ശത്രുക്കൾ ചെയ്യുന്ന വിനകൾ അല്ലെങ്കിൽ ആഭിചാര ദോഷങ്ങൾ എന്നിവയൊന്നും വിഷ്ണു സഹസ്രനാമം പതിവായി ജപിക്കുന്നവന്റെ അടുത്തുപോലും എത്തില്ല. ഭഗവാന്റെ സുദർശന ചക്രം ജപിക്കുന്നവന് ചുറ്റും ഒരു അദൃശ്യ കവചമായി പ്രൊട്ടക്ഷൻ തീർക്കുമെന്നാണ് വിശ്വാസം. ഭക്തപ്രഹ്ലാദന്റെ കഥ നമ്മൾ ഓർത്തു നോക്കുക. സ്വന്തം പിതാവായ ഹിരണ്യകശിപു പ്രഹ്ലാദനെ കൊല്ലാൻ ആനയുടെ കാൽക്കീട്ടിലിട്ടു മലമുകളിൽ നിന്ന് ഉരുട്ടിവിട്ടു മാരകമായ വിഷം കൊടുത്തു. പക്ഷേ എല്ലാ തവണയും പ്രഹ്ലാദൻ ഓം നമോ നാരായണായ എന്ന് ജപിച്ചപ്പോൾ വിഷം അമൃതമായി മാറി വന്യമൃഗങ്ങൾ വണങ്ങി നിന്നു.
ഭഗവാന്റെ നാമത്തിന് അത്രമേൽ വലിയ സംരക്ഷണ ശക്തിയുണ്ട്. വിഷ്ണു സഹസ്രനാമം പൂർണ്ണമായി വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലായി ഫലശ്രുതി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭാഗമുണ്ട്. അതായത് ഈ 1000 നാമങ്ങൾ ഭക്തിയോടെ ഉരുവിട്ടാൽ ഒരു മനുഷ്യന് എന്തൊക്കെ നേട്ടങ്ങളാണ് ലഭിക്കുക എന്ന് ഭീഷ്മപിതാമഹൻ തന്നെ അവിടെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന വരികളുടെ അർത്ഥം വളരെ ലളിതമായി ഞാൻ വിശദീകരിക്കാം. ഈ സഹസ്രനാമം ദിവസവും കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുന്ന ഒരു മനുഷ്യന് ഈ ലോകത്തിലാകട്ടെ ഇനി വരാനിരിക്കുന്ന പരലോകത്തിലാകട്ടെ ഒരു കാലത്തും ഒരു അശുഭവും സംഭവിക്കുകയില്ല എന്നാണ് അതിൽ ഉറപ്പിച്ചു പറയുന്നത്. അറിവും ബുദ്ധിയും ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കും. ജീവിതത്തിലെ മത്സരങ്ങളിലും പ്രതിസന്ധികളിലും വിജയം കൊതിക്കുന്നവർക്ക് അത് ഉറപ്പായും കൈവരും. കച്ചവടമോ ബിസിനസ്സോ നടത്തുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ നാമജപത്തിലൂടെ വലിയ ധനലാഭവും അഭിവൃദ്ധിയും നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്നു ചേരും. ഏതൊരു സാധാരണക്കാരനും ജീവിതത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും സന്തോഷവും അനുഭവിക്കാൻ ഇതിലൂടെ സാധിക്കും. ചുരുക്കത്തിൽ ജാതിയോ മതമോ ഭേദമന്യേ പൂർണ്ണമായ വിശ്വാസത്തോടെ ആര് ഭഗവാനെ വിളിച്ചാലും മഹാവിഷ്ണു അവരെ ഒരിക്കലും കൈവിടില്ല. വിഷ്ണു സഹസ്രനാമം പൂർണ്ണമായി ജപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പുസ്തകം അടച്ചുവെച്ച് അവിടെ നിന്ന് എഴുന്നേറ്റു പോകരുത്. നാമജപത്തിന് ശേഷം ഭഗവാനോട് മാപ്പ് അപേക്ഷിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. കാരണം മനുഷ്യരായ നമ്മൾ ജപിക്കുമ്പോൾ വരികളിൽ എന്തെങ്കിലും വിട്ടുപോവുകയോ ഉച്ചാരണത്തിൽ തെറ്റുകൾ വരാം, അല്ലെങ്കിൽ മനസ്സു മാറി മറ്റൊരു ചിന്തയിലേക്ക് പോകാം. അത്തരം പിഴവുകൾ തീർക്കാനായി കായേന വാച മനസിന്ദ്രിയേർവ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഭക്തിയോടെ ചൊല്ലണം. നാം ചെയ്യുന്ന സകല കാര്യങ്ങളും നാരായണനായ നിനക്കായി സമർപ്പിക്കുന്നു എന്ന ചിന്തയോടെ വേണം ഇത് ചെയ്യാൻ. ഇതോടൊപ്പം തന്നെ അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ എന്ന ഈ 3 നാമങ്ങൾ കൂടി 3 വട്ടം ജപിക്കുക. ഈ നാമങ്ങൾ ജപിച്ചാൽ നാമജപവേളയിൽ വന്നിട്ടുള്ള സകല പിഴകളും തീർന്നു കിട്ടുമെന്നാണ് പൗരാണിക വിശ്വാസം. എന്റെ മുന്നിൽ ജാതകം നോക്കാനും പ്രശ്നങ്ങൾ പറയാനും വരുന്ന പലരോടും ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. ലക്ഷങ്ങൾ ചിലവഴിച്ച് വലിയ ഹോമങ്ങളും പൂജകളും ചെയ്യാൻ പണമില്ലെന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അതിനേക്കാൾ വലിയ ഫലമാണ് പൂർണ്ണ വിശ്വാസത്തോടെയുള്ള ഈ ഒരു നാമജപം നിങ്ങൾക്ക് നൽകുന്നത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വലിയ പ്രതിസന്ധിയായിക്കൊള്ളട്ടെ, കടുത്ത കടബാധ്യതയോ വിട്ടുമാറാത്ത രോഗങ്ങളോ കുടുംബകലഹങ്ങളോ മക്കൾക്ക് ജോലിയില്ലാത്തതോ എന്തുമാകട്ടെ, വരുന്ന വ്യാഴാഴ്ച മുതൽ അല്ലെങ്കിൽ അടുത്ത ഏകാദശി ദിവസം മുതൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ തുടങ്ങിക്കോളൂ. തുടർച്ചയായി 41 ദിവസം, അതായത് ഒരു മണ്ഡലകാലം കൃത്യമായ ശുദ്ധിയോടെ ജപിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വലിയ മാറ്റങ്ങൾ കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ലക്ഷ്മീദേവിയുടെയും പരിപൂർണ അനുഗ്രഹം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് പങ്കുവയ്ക്കുക. വിഷ്ണു സഹസ്രനാമം ജപിച്ചതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അത്ഭുതകരമായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അതോ ഇതിനോടകം തന്നെ ഈ പുണ്യമന്ത്രം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.